നമസ്കാരം. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് അതീവ പ്രാധാന്യമുള്ള ദിവസമാകുന്നു. ഒരു മാസത്തിലെ ആദ്യത്തെ വെള്ളിയും അതേപോലെ തന്നെ അവസാനത്തെ വെള്ളിക്കും വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്. ധനുമാസം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായി മാറ്റിവച്ചിരിക്കുന്ന അഥവാ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന മാസമാകുന്നു. അതിനാൽ തന്നെ ഈ മാസം പ്രധാനമായും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഇരട്ടി ഫലമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ക്ഷേത്ര ദർശനം പോലും പുണ്യ പ്രവർത്തികളിൽ ഒന്നാണ് ഈ മാസം. അതിനാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ഇന്ന് ധനുമാസത്തിലെ അവസാന വെള്ളിയാകുന്നു. ഇന്നേ ദിവസം ചില പുണ്യകാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ മാസം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സകല ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഈ കാര്യങ്ങൾ ഇന്ന് പ്രത്യേകിച്ചും വീടുകളിൽ ചെയ്യുന്നത് ഉത്തമമാകുന്നു. മഹാഭാഗ്യം തന്നെ തേടി വരും എന്ന് പറയാം. വീട്ടിലെ സ്ത്രീകൾ ലക്ഷ്മി ദേവിക്ക് തുല്യരാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യം ഏവരും ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചപ്പുചവറുകൾ കത്തിക്കണം എന്ന കാര്യവും ഓർക്കുക. വീടിന്റെ വടക്ക് ദിശയും അതേപോലെ തന്നെ തെക്ക് കിഴക്കേ ദിശയും വളരെയധികം പ്രാധാന്യത്തോടെ നാം ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഏവരും ചെയ്യുക. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി ചിരാതിൽ വിളക്ക് വയ്ക്കുക എന്ന കാര്യവും ഏറ്റവും ഉത്തമമാകുന്നു. ഗേറ്റിന്റെ ഇരുവശത്തും വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം ഓർക്കുക. അതായത് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെയാണ് ആ വീടുകളിൽ വന്നു ചേരുക. പെട്ടെന്ന് തന്നെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ശുഭകരമായ മാറ്റങ്ങൾക്കും അത് കാരണമാകും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അമ്മയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം തീർച്ചയായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. അതായത് പകൽ ഇന്നേ ദിവസം ഉറങ്ങുന്നത് അതീവ ദോഷകരമാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം, മഹാലക്ഷ്മി അഷ്ടകം കഴിയുന്നത്ര തവണ ജപിക്കുന്നതും ഉരുവിടുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. വൈകുന്നേരം വിളക്ക് തന്നെ തെളിയിക്കുമ്പോൾ നെയ്വിളക്ക് പ്രത്യേകിച്ചും തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ഈ വിളക്കിലേക്ക് ഒരു ഏലക്ക ഇടുന്നതും ആ ഏലക്കയിട്ട് വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഇരട്ടി ഫലം ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. ഒരു റോസാ പുഷ്പം ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു. ആദ്യം ഗണപതി ഭഗവാന് വണങ്ങുക. അതായത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ആരംഭിക്കേണ്ടത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കൂ. പുഷ്പം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് ഇന്ന് റോസാ പുഷ്പം സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ അവർക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ചെയ്യേണ്ട മറ്റൊരു വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1 രൂപ നാണയം ഇന്നേ ദിവസം വിളക്കിനു മുൻപിൽ സമർപ്പിക്കുക എന്ന കാര്യമാകുന്നു. ശേഷം ഈ പണം, അതായത് ഈ 1 രൂപ നാണയം നാം പണം എവിടെയാണോ സൂക്ഷിക്കുന്നത്
അവിടെ വയ്ക്കുക. അതല്ല എങ്കിൽ നമ്മുടെ പേഴ്സിലാണ് എങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. ഇപ്രകാരം സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് വന്നു ചേരുക എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ പണം അഥവാ ഈ 1 രൂപ ചെലവാക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെലവാക്കുകയാണ് എങ്കിൽ ഫലം നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം മഞ്ഞൾ ജലവും ഉപ്പുവെള്ളവും കൂടാതെ പനിനീർ ജലവും പ്രധാന വാതിലിൻ്റെ ഇരുവശത്തും തളിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പുവെള്ളം, അതല്ല എങ്കിൽ പനിനീർ, ഇപ്രകാരമാണ് തളിക്കേണ്ടത്. എല്ലാം തളിക്കണം എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ജലമെങ്കിലും തളിക്കുവാൻ ശ്രമിക്കുക. അടുക്കളയിലും അതേപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പ്രധാനമായും തളിക്കുക. ഇപ്രകാരം തളിക്കുകയാണ് എങ്കിൽ തീർച്ചയായും പോസിറ്റീവ് ഊർജം വന്നു ചേരുന്നതിനും നെഗറ്റീവ് ഊർജം പൂർണ്ണമായും വീടുകളിൽ നിന്നും ഒഴിവായി പോകുന്നതിനും ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ പ്രധാന കിടപ്പ് മുറിയിലും തളിക്കുവാൻ മറക്കാതിരിക്കുക. കാരണം നെഗറ്റീവ് ഊർജം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് ഇവിടെ. അതിനാൽ തീർച്ചയായും ഇവിടെ തളിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഇവ ഒഴിവായി പോകുന്നതുമാണ്. മക്കളുടെ ആരോഗ്യം, അതേപോലെ തന്നെ ഉയർച്ച, വിദ്യാ തടസ്സമുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ മാറുവാൻ അവരുടെ മുറിയിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഇന്നേ ദിവസം ചെയ്യുക. അവരുടെ മുറിയിൽ ഒരു ചെറിയ ചില്ല് ബൗളിൽ ഉപ്പ് വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ആരും പെട്ടെന്ന് കാണാത്ത രീതിയിൽ മറച്ചു വയ്ക്കുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു. എന്നാൽ ഒരിക്കലും കട്ടിലിന്റെ അടിയിലായി വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ മറ്റെവിടെയെങ്കിലും വയ്ക്കുക. അങ്ങനെ വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുകയും ചെയ്യും.